അങ്ങനെ ചിലവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ കുഞ്ഞുമായിട്ട് വൈകുന്നേരം നടക്കാൻ ഇറങ്ങും. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ആളുകളൊക്കെ കാണും, ഞങ്ങൾ സംസാരിക്കും, അങ്ങനെയാണ് പോവുകയും വരികയും ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ഒരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ആ വീട്ടിലെ ചേച്ചിയും വേറെ ഒരു ചേച്ചിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി പത്രമൊക്കെ നോക്കി വേറെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നപ്പം കൂടെ ഇരുന്ന ആ ചേച്ചി പോയി. ആ വീട്ടിലെ ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പം ആ ചേച്ചി എന്നോട് പറയണം, ഞാൻ പറഞ്ഞ അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പം പറഞ്ഞു അവർ വന്ന്. അപ്പം ഇതിന് മുമ്പ് ഒരു ദിവസം ആ ചേച്ചി അവിടെ വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്നൊക്കെ പറയായിരുന്നു, അവർ വന്നതേ കുറച്ച് പൈസ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പൈസ വാങ്ങിച്ചു കൊടുക്കാനോ, ഇതെന്താ ഇത്ര അത്യാവശ്യം? ഞാൻ പറഞ്ഞ അവർക്ക് ജോലിക്ക് പോകുന്നത് കാണാമല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്തിനാ? അവരുടെ കഴുത്ത് നല്ലൊരു മാല കിടപ്പുണ്ട്, കടമുണ്ടെങ്കിൽ അത് വിൽക്കുക, അത് വിറ്റ് എല്ലാവരും കടം തീർത്ത് സമാധാനമായിട്ടിരിക്കുകയല്ലേ വേണ്ടത് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അത് സ്വർണ്ണമൊന്നുമല്ല. ഞാൻ പറഞ്ഞ സ്വർണ്ണമല്ലേ, പക്ഷേ സ്വർണ്ണമല്ലെങ്കിൽ ചെറുതിട്ട് ഇത്രയും വലിയ മാല വാങ്ങിച്ച് സ്വർണ്ണമല്ലാത്തത് ഇടയിലിട്ടുണ്ട്. ചിലപ്പോൾ ഈ ആൾക്കാർ കണ്ടിട്ടേ വല്ലവരും അത് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോയാൽ എന്തോ ചെയ്യും, സ്വർണ്ണമാണെന്ന് കരുതി. ഇച്ചിരി പ്രായമുള്ളൊരു ചേച്ചിയാണ്. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ആ പറഞ്ഞ ചേച്ചി തന്നെ പറയണത്, ഇവർക്ക് എന്താണ് ഇത്ര കാശിൻ്റെ ആവശ്യം? എല്ലാവരുടെ അടുത്തൊന്നും മേടിക്കും, ആർക്കും കൊടുക്കത്തില്ല, ഈ തിരിമറിയാണ്. അപ്പോൾ എന്നോട് വന്ന് പറയാം, ഞാൻ എവിടുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ? ഞാൻ പറഞ്ഞു, ഇത്രയ്ക്ക് ചിലവുണ്ടോ അവർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. ചിലരുടെ ഒരു കാര്യം ഇതാണ്. അപ്പം വേറൊരു ലോണിൻ്റെ കാര്യം ഇങ്ങനെ ചേച്ചി പറഞ്ഞു, ചിലർ ലോൺ എടുത്ത്, ചിലർ ലോൺ എടുത്തില്ല. അപ്പം എൻ്റെ അമ്മ അവിടെ അയൽക്കൂട്ടത്തിൽ, ഞാൻ പിന്നെ ഈ ഒരു കൂട്ടത്തിനും ഇല്ല കേട്ടോ. കാരണം നമുക്ക് വരുമാനം ഇപ്പോൾ ഇല്ല. അത് മാത്രമല്ല, ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് ലോൺ എടുത്താൽ എന്തായാലും തിരിച്ചടയ്ക്കണം. അപ്പോൾ അങ്ങനെ ലോൺ എടുക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? ഇപ്പം പലിശ എന്തായാലും കൊടുക്കണം, ഉള്ളതുപോലെ അങ്ങ് ചെയ്താൽ പോരെ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. ഞാനിതുവരെ ഒരു അയൽക്കൂട്ടത്തിൽ അതുകൊണ്ട് ചേർന്നിട്ടില്ല. എന്നോട് ഹസ്ബൻഡ് തൊട്ട് പറഞ്ഞിട്ടുമില്ല ചേരാൻ. ചിലപ്പം ചോദിക്കും, അപ്പം ഇതിനകത്തിലൊക്കെ ചേരാൻ വയ്യ. ഞാൻ പറഞ്ഞു, എന്തിനാ ആഴ്ച തോറും മാസം തോറും ഒക്കെ പൈസ കൊടുക്കണം, ലോൺ വരുന്നത് എന്തിനാ? എനിക്കൊന്നും വയ്യ എന്ന് ഞാനിങ്ങനെ പറയും. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ മരുമകളെയും ചേർക്കണമെന്നുണ്ടായിരുന്നു, മരുമകളെയും ചേർത്തെന്ന് തോന്നുന്നു ഒരു അയൽക്കൂട്ടത്തിൽ. അപ്പോൾ അമ്മയാണെങ്കിൽ ഇങ്ങനെ ലോണൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയും, അനിയൻ പറയും, ലോൺ എടുക്കുന്നുണ്ടോ? അപ്പം അമ്മ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കണ്ടേ, പലിശയും ചേർത്ത് അടയ്ക്കണ്ടേ, തരുമോ? അപ്പം ലോണൊക്കെ എടുത്താൽ എല്ലാവരും കാര്യങ്ങളൊക്കെ നടത്തുന്നതാവും പറയും. ചിലപ്പോൾ അമ്മ സമ്മതിക്കത്തില്ല, ലോൺ എടുക്കത്തില്ല, ചിലപ്പോൾ എടുക്കും. എടുത്തിട്ട് കറക്റ്റായിട്ട് അവൻ കൊടുക്കുകയും ചെയ്യും. അപ്പം ഇത് എടുക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ ആഴ്ചയിലായാലും മാസത്തിലായാലും തിരിച്ചടയ്ക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പം അവരുടെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഓർക്കുക, എന്തിനാണ് പിന്നെ വേണ്ടാത്തതിന് പോകുന്നതല്ലേ? ഉള്ളതുകൊണ്ടൊക്കെ ജീവിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ലോൺ എടുക്കാം, പക്ഷേ അത് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കണം. ഒരു ബിസിനസ്സിൻ്റെ മറ്റെന്തെങ്കിലും കാര്യത്തിലൊക്കെ വേണ്ടിയിട്ട് ചിലവഴിക്കണം. അല്ലാതെ എല്ലായിടത്തുനിന്നും ഇപ്പോൾ അവർക്ക് എന്ത് ടെൻഷൻ ഉണ്ടായിട്ടായിരിക്കാം, എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും കൊടുത്തിട്ടേ ആരെങ്കിലും തിരിച്ച് ചോദിച്ചിട്ട് കൊടുക്കാൻ മാർഗ്ഗമില്ലാഞ്ഞിട്ടായിരിക്കാം ഇങ്ങനെ വന്ന് മറ്റുള്ളവരോട് ചോദിക്കുന്നത്, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കും. അതാണ് ഞാനപ്പോൾ ഓർക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും കടങ്ങൾ വന്നു ചേരുന്നതും അത് വീട്ടാനായിട്ട് കിടന്ന് പാടുപെടുന്നതുമൊക്കെ. എന്തായാലും നമ്മുടെ വരുമാനം അറിഞ്ഞിട്ട് നമ്മൾ ചിലവാക്കുക. ഇവിടെ ഞാൻ അങ്ങനെ ഒരുപാട് ആളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ അയൽക്കൂട്ടമൊക്കെ ചേർന്നിട്ട് എല്ലാവർക്കും ആദ്യം തന്നെ ലോൺ വേണം, എന്നിട്ട് ലോൺ എടുത്തു കഴിഞ്ഞിട്ട് അവർ പിന്നെ തിരിച്ചു തരത്തില്ല, അവർ അയൽക്കൂട്ടത്തിനും വരത്തില്ല. അങ്ങനെ ഒത്തിരി പേരിങ്ങനെ പറ്റിച്ച് ചിലർ ഇവിടെ നാട് വിട്ടൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ. ഞാനവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെയുള്ള സംഭവിക്കുന്നത്? ഇപ്പം നമുക്കൊരു അസുഖം വരുന്നു എന്ന് വിചാരിക്കുക, അപ്പം നമുക്ക് ഒരുപാട് പൈസ ചിലവായി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആൾക്കാർ അംഗീകരിക്കും. പക്ഷേ അല്ലാതുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന കാര്യം എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ അവർക്ക് ഭയങ്കര ചിലവാണ് എന്ന രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നത്. ഏത് നിമിഷം നമുക്ക് മോശമായൊരു തോന്നലും ഉണ്ടാകും, എന്തിനീ ഇങ്ങനെ ജീവിക്കുന്നത്, നാണക്കേട്, മൊത്തം കടമാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയൊക്കെ വരും. അപ്പം നമ്മളെപ്പോഴും നമ്മളുടെ വരവനുസരിച്ച് ചിലവാക്കണം. അത് അറിഞ്ഞപ്പം തൊട്ടിങ്ങനെ
ഞാനിങ്ങനെ വിചാരിക്കാം അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം. എൻ്റെ ഒരു വേദന അത് കേട്ടപ്പോൾ ഒരു ഫീലിംഗ്, ഒരു വിഷമം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ.